എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ റിവ്യൂവിലെ 23-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇതൊരു കുഞ്ഞ് ചാപ്റ്ററാണ്, പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ചവരെ ഏറ്റവും വിലപ്പെട്ട ഇൻഫർമേഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ദ ബ്ലൂ പേൾ. ദ ബ്ലൂ പേൾ. ബ്ലൂ എന്ന് വെച്ചാൽ നീലം, പേൾ എന്ന് വെച്ചാൽ മുത്ത്. സോ നീല കളറിലുള്ള ഒരു മുത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. അതെന്തുവാന്ന് നമുക്ക് നോക്കാം. അപ്പം ഇദ്ദേഹം പറയുന്നത് മെഡിറ്റേഷൻ ഇങ്ങനെ തുടരുന്നു, രാവിലെയും രാത്രിയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ആവുന്നു. അതായത് ആദ്യം മെഡിറ്റേഷനിലിരിക്കുമ്പം താന്ത്രിക് ബോഡിയാണ്. താന്ത്രിക് ബോഡി എന്ന് പറയുമ്പം ഈ മുദ്രകളും അതും ഇതുമൊക്കെ തന്നെത്താനെ അദ്ദേഹം ഇടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഫോം ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരേ ഓർഡറിലുള്ള കളറുകൾ, ആദ്യം റെഡ് കളറ്, പിന്നെ വെള്ള കളറ്, പിന്നെ ബ്ലൂ കളറ്, ബ്ലാക്ക് കറുത്ത കളറ്, പിന്നെ ബ്ലൂ, ചുമപ്പ്, വെള്ള, കറുപ്പ്, പിന്നെ നീലം. ഇങ്ങനെ 4 കളറിൽ ഒരേ ഓർഡറിൽ കാണുന്നു. ഇപ്പം ഈ ബ്ലൂ കളറ് കണ്ടേ പിന്നീട് അതിൻ്റെ പുറത്ത് ഒരു നീല പേൾ പോലെ ഒരു സാധനം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. ഇതാണ് ഓർഡർ ഓഫ് ഇവൻറ്റ്സ്. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ ദേഹത്ത് ഇങ്ങനെ വളഞ്ഞും നെളിഞ്ഞും ചില പോസുകളൊക്കെ ഉണ്ടാകുമ്പം തന്നെ ഈ 72,000 നാഡികളിലും ഈ പ്രാണസഞ്ചാരം അദ്ദേഹത്തിനെ കൊണ്ട് കാണാൻ പറ്റുന്നു, ഫീൽ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഒരു ദിവസമാണ് എവറി ഡേ ഐ ഹാഡ് സം ന്യൂ എക്സ്പീരിയൻസ്. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തിരിച്ചും തിരിച്ചും കിട്ടുന്നത്. അതിന് പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി, ഫിസിക്കൽ ബോഡി വളരെ ലൈറ്റായിട്ട് ആവുന്നു, വളരെ തിന്നായിട്ട് സ്ലിം ആവുന്നു. അതേസമയത്ത് ഹെൽത്തിയാണ്, അതേസമയത്ത് വളരെ സ്ട്രോങ് ആണ്, ബലത്തിനൊന്നും കുറവില്ല, ആരോഗ്യത്തിന് കുറവില്ല. പക്ഷേ ദേഹം വളരെ വളരെ മെലിഞ്ഞ് വരുന്നു, ലൈറ്റായിട്ട് വരുന്നു. അതുമാത്രമല്ല അജൈൽ എന്ന് വെച്ചാൽ വേഗം നടക്കാൻ പറ്റും. അതായത് ദേഹം ലൈറ്റ് വെയ്റ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് വേഗമായിട്ട് നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഈ അളവിന് മീറി തടി ഉണ്ടെങ്കിലാണ് എല്ലാത്തിനും ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കായിട്ടേ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഈ സുഷുമ്ന നാഡി അദ്ദേഹത്തിനെ കൊണ്ട് കാണാൻ പറ്റുന്നു. ഇതൊക്കെ എത്ര വലിയ ഒരു സംഭവമാണ്. അപ്പം അദ്ദേഹത്തിന് സെൻട്രലിൽ, ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡിയുടെ സെൻട്രലിലുള്ള സുഷുമ്ന നാഡി കാണുന്നു. അത് സിൽവർ കളറിൽ ടിഞ്ച്ഡ് വിത്ത് ഗോൾഡ്. അപ്പം ഒരു സിൽവർ കളറും ഗോൾഡിൻ്റെ കളറും മിക്സ് ചെയ്ത ഒരു ട്യൂബാണ് അദ്ദേഹത്തിന് കാണുന്നത് സെൻറ്ററിൽ. ആ ട്യൂബിൻ്റെ പേരാണ് സുഷുമ്ന. പിന്നെ അതൊന്ന് ഒരു തൂണിൻ്റെ കൂട്ടാണ് നടുക്ക് നിൽക്കുന്നത്. പിന്നെ അതിൽ നിന്നാണ് ബാക്കി എല്ലാ നാഡീസിനും വൈബ്രേഷൻസ് പോകുന്നത്. അപ്പം ഒരു സാധകന് ചിലപ്പം ഈ മൂലാധാരത്തിലൊക്കെ നമുക്ക് പെയിൻ ഉണ്ടാകും. മൂലാധാര ചക്രം ഇങ്ങനെ കറങ്ങുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സുഷുമ്ന നാഡിയിൽ നിന്ന് മറ്റ് നാഡികളിലോട്ട് ഈ പ്രാണശക്തി സഞ്ചരിക്കുന്നതും അതിൽ നിന്ന് എനർജി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതുമാണ് ആ വേദനയ്ക്ക് കാരണം എന്ന് പറയുന്നു. പിന്നെ ചിലപ്പം ഇദ്ദേഹത്തിന് ഈ ഹാർട്ടിൽ, നെഞ്ചത്ത് ഈ എഗ്ഗ് ഷേപ്ഡ് വെച്ചാൽ ഈ കോഴിമുട്ടയുടെ ഷേപ്പിൽ ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നു. അത് ഈ തം സൈസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ പെരുവിരലിൻ്റെ സൈസാണ്, കോഴിമുട്ടയുടെ ഷേപ്പിൽ കാണും. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് ഇങ്ങനെ വെളി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെയാണ്
ഏതോ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു ഉപനിഷത്തിൻ്റെ പേരും സാൻസ്ക്രിറ്റിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് വായിച്ചാൽ തെറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയത് തന്നെ ഞാൻ പഠിക്കാം. ദ ഇന്നർ സോൾ ഓൾവേസ് ഡ്വെൽസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഓൾ മെൻ ആസ് എ തം സൈസ്ഡ് ബീയിങ്. അങ്ങനെ ഒരു ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് അദ്ദേഹം കാണുന്ന ഈ ചെസ്റ്റിൽ കാണുന്ന ഈ തം സൈസ്ഡ് എഗ് ഷേപ്ഡ് ലൈറ്റ് വരുന്ന ഒരു സാധനം, അതാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഇരിപ്പിടം. ആത്മാ ഇരിക്കുന്ന സ്ഥലമാണ് ഇത്, ആ എഗ് ഷേപ്ഡ് തം സൈസ്ഡ് സാധനം എന്ന് പറയുന്നു. അത് ചില ഉപനിഷത്തുകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ ആത്മാവിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ചിലർ ഹാർട്ട് എന്ന് പറയും, ചിലർ ഈ ബ്രെയിനിൽ തലച്ചോറിൻ്റെ നടുക്കുള്ള പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയും. അത് എവിടാന്ന് നമുക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചവരെ എനിക്ക് ഇപ്പോഴും ആത്മദർശനം കിട്ടിയിട്ടില്ല. ഇപ്പം വടലൂരിലെ വള്ളലാർ രാമലിംഗ സ്വാമികൾക്ക് ആത്മദർശനം കിട്ടി. ആ ആത്മദർശനമാണ് അദ്ദേഹത്തിന് ഇവിടെ നെറ്റിക്കണ്ണായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വളരെ പവർഫുള്ളായിട്ട് വെളിച്ചമുള്ള സാധനമായിട്ട് കണ്ടത്. അതിനെയാണ് അരുൾപ്പെരും ജ്യോതി തനിപ്പെരും കരുണை അരുൾപ്പെരും ജ്യോതി എന്ന് കണ്ടത്. ജ്യോതിമയമായിട്ടാണ് കാണുന്നത്. അപ്പം ചിലർ പറയുന്നു നെഞ്ചത്ത്. എന്താ വെച്ചാൽ അതും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് നെഞ്ചിനെ തൊട്ട് പറയുക. ബൈ പ്രോമിസ്, ഗോഡ് പ്രോമിസ്. സത്യത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ നെഞ്ചിലാണ് പോകുന്നത്. അപ്പം ആത്മായിരിക്കുന്നത് നെഞ്ചത്താവാം, പീനിയൽ ഗ്ലാൻഡിലാവാം. അത് അവരവർക്ക് കിട്ടുന്ന അനുഭവത്തിനെ വെച്ച് അവരവരുടെ രീതിയിൽ പറയുക, മനസ്സിലാക്കിയെടുക്കുക. അപ്പം എന്തായിരുന്നാലും ആത്മാവുണ്ട്. അത് ഈ വക ചക്രങ്ങളിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ ഈ ബ്ലാക്ക് ലൈറ്റും ബ്ലൂ ലൈറ്റും കാണുമ്പോഴാണല്ലോ, അതിന് പിന്നെയാണല്ലോ ഈ ബ്ലൂ പേൾ വരുന്നത്. ഈ ബ്ലൂ പേളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഈ സംഭവം ഈ ബ്ലൂ പേൾ എന്നിട്ട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ബ്ലൂ പേൾ കാണുമ്പോഴാണ് 72,000 നാഡികളിലും കാണാൻ പറ്റുന്നത്. സുഷുമ്നയിൽ നിന്ന് വൈബ്രേഷനായിട്ട് എനർജി ഇങ്ങനെ പകർത്തി കൊടുക്കുന്നു മറ്റ് നാഡികൾക്കെല്ലാം. അതെല്ലാം ഇതിലാണ് കാണാൻ പറ്റുന്നത്. ഈ ബ്ലൂ പേൾ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് വേറെ പല ദൃശ്യങ്ങളും കിട്ടുന്നത്. പിന്നെ വേറെയും പുറയിൽ ഒരുപാട് ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട് ഈ ബ്ലൂ പേളിനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം അത് ഹാർട്ട് ചക്ര ആക്ടിവേറ്റാണെങ്കിലും ശരി, ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആണെങ്കിലും ശരി, രണ്ടിലും നമുക്ക് കിട്ടുന്നത് ഈ ആത്മ അനുഭൂതി എന്നാണ് പറയുന്നത്. അതായത് വെളിയിലുള്ള അറ്റാച്ച്മെൻ്റ് എല്ലാം കളഞ്ഞിട്ട് നമ്മുടെ മനസ്സ് എന്ന് നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നോ അതാണ് ആത്മലയം. എന്ന് നമ്മുടെ മനസ്സ് ആത്മാവിൽ ലയിച്ചിരിക്കുന്നോ അന്നാണ് നമുക്ക് സമാധി കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അത്രയും ഉയർന്ന തലത്തിൽ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും ആ നീല പേൾ കാണണം. നീല പേൾ കണ്ടാലേ നമുക്ക് ഒന്നീ നമ്മുടെ നെഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രയിൽ നിന്ന് ആ തം സൈസ്ഡ് ലൈറ്റ് റേഡിയൻസ് എന്ന് വെച്ചാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് കാണാൻ പറ്റുന്നത്. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് ചെറിയ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ അടുത്ത ചാപ്റ്ററിലൊന്നും ഇപ്പം കടക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂടെ വേറെ 1-2 കാര്യങ്ങൾ പങ്കിടാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പം നിങ്ങൾക്കറിയാം നമുക്ക് 3 ചാനലുണ്ട്. സ്പിരിച്വൽ ചാനൽ, അതായത് കൈലാഷ് ചാനൽ മലയാളമുണ്ട്, കൈലാഷ് ചാനൽ തമിഴുണ്ട്, കൈലാഷ് ചാനൽ ഇംഗ്ലീഷും ഉണ്ട്. അപ്പം ഏത് ലാംഗ്വേജിൽ ഇഷ്ടമോ ആ ലാംഗ്വേജിൽ അവർക്ക് കാണട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എത്ര പേർക്ക് കാണണോ അത്രയും പേർക്ക് കാണാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളത്. പിന്നെ ഇതിന് പുറമെ ഞാൻ ജപ്പാൻ പോയിരുന്നു. ജപ്പാനിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ജപ്പാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്പിരിച്വൽ ചാനലിൽ ഇടുന്നത് ശരിയല്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വേറൊരു ചാനൽ തുടങ്ങി. അതാണ് ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനൽ. ഓസം എന്ന് വെച്ചാൽ
അതിശയിക്കുന്ന പോലെ ഉള്ള ചില കാര്യങ്ങൾ. അപ്പം അതിൽ ഈ ജപ്പാനിലെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിശയിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അങ്ങനത്തെ അതുകൊണ്ടാണ് ആ ചാനലിന് തന്നെ ഓസം എന്ന് പേരിട്ടത്. ഓസം ഇൻഫോർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നീ ഇൻഫോർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഏതിനെക്കുറിച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുന്നത്. അപ്പം കാണുന്നവർക്ക് അതിന് കാണുമ്പോൾ ഏതെങ്കിലും ഒരു പ്രയോജനം കിട്ടണം, ഇല്ലയോ? അതിനാണ് ഒന്നീ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ജപ്പാനിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ ടോക്കിയോയിൽ സൂവിലൊക്കെ പോയപ്പം നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അതിനകത്ത് വലിയ ഇൻഫർമേഷൻ തിരിച്ച് നമുക്ക് ഇവിടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ് അവിടെയും കാണുന്നത്, ഇന്ത്യയിലുള്ളത് തന്നെയാണ് അവിടെയും ഉള്ളത്. അതേ സൈസ്, അതേ ഷേപ്പ്, ആനയൊക്കെ കുറച്ചുകൂടെ വലുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ. ഈ ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനലിൽ തന്നെ അത് നിങ്ങളൊന്ന് നോക്കണം. അതിൽ 3 കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്, 3 വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒന്ന് അസകുസ എന്ന് പറഞ്ഞ അവിടുത്തെ വളരെ ജപ്പാനിലെ ഫേമസ് ടെമ്പിളാണ് അത്, അസകുസ. അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയ്ജി എന്ന് പറഞ്ഞ് അതും ഒരു വലിയൊരു ടെമ്പിളാണ്, അതിനെക്കുറിച്ചും ഞാൻ ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ വീഡിയോ അത്. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ ഇടയ്ക്ക് തിരുവണ്ണാമലയിൽ പോകേണ്ടി വന്നു. അപ്പം തിരുവണ്ണാമലയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ മാറ്ററൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കതിൽ പുതിയതായിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ കൂവളം മരത്തിനെക്കുറിച്ച്, അവിടെ അമ്പലത്തിനകത്തുള്ള കൂവളം മരത്തിനെക്കുറിച്ച് ഒരു പുതിയ അറിവ്. അപ്പം അത് ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പോയി നോക്കണം. ഓക്കെ, നോക്കണം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഇതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ 5ാമത്തെ ചാനൽ എന്ന് പറയുന്നത് അബണ്ടൻസ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വേറൊരു ചാനൽ തുടങ്ങി. അത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ റിട്ടയർമെൻ്റ് ആയ പിന്നീട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാഡമി തുടങ്ങി. അപ്പോൾ അതിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് പഠിച്ചു. പിന്നെ ഈ കോവിഡ് വന്നപ്പം, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയപ്പം എൻ്റെ അക്കാഡമിയും പൂട്ടേണ്ടി വന്നു. പിന്നെ അതിന് പിന്നെ കോവിഡ് സമയത്ത് ഞാൻ ഒരു 2 വർഷം എവിടെയും പോയില്ല. അബോവ് 60 എവിടെയും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പം ചുമ്മാ ഇരുന്നില്ല, ഒരു നിമിഷം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ഈ അക്കാഡമി നടത്താൻ വേണ്ടി ശേഖരിച്ച് വെച്ച കുറേ ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും റെഫറൻസും ഒക്കെ എടുത്തു വെച്ച് ഞാൻ 2 ബുക്ക് എഴുതി. അതിലൊന്നാണ് ഈസി ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പം ആ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ കഴിഞ്ഞ വർഷം അമേസോണിൽ കുറേ വിറ്റു, ഫേസ്ബുക്കിൻ്റെ ആഡൊക്കെ കൊടുത്ത്. അപ്പം എനിക്ക് ഈ കൈലാഷ് ചാനലിലൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പം വീണ്ടും ആ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഓൺലൈൻ സെയിൽസിന് വേണ്ടി ഞാൻ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, വെറും ആഡ് കൊടുത്താൽ പോരാ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്നുള്ളപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് കാണുമല്ലോ നമുക്ക്. അപ്പം അതെല്ലാം ഓവർ ദ ഫോൺ പറയണ്ടെന്ന് വിചാരിച്ചാണ് ഈ എൻ്റെ ഫേം അബണ്ടൻസ് പബ്ലിക്കേഷൻ്റെ പേരിൽ തന്നെ അബണ്ടൻസ് പബ്ലിക്കേഷൻ യൂട്യൂബ് ചാനലിൽ നിന്നൊന്ന് തുടങ്ങി. അപ്പോൾ അതിനകത്ത് മലയാളത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് എൻ്റെ ബുക്കും എൻ്റെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കും ആ ബുക്കിനെ ബേസ് ചെയ്ത് 21 വീഡിയോസ് ഞാൻ മലയാളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷിൽ പഠിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇംഗ്ലീഷ് ബുക്കും വെച്ച് മലയാളത്തിൽ ഞാൻ പറയുന്നതും വെച്ച് കേട്ട് നിങ്ങൾക്ക് നല്ല പോലെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇംഗ്ലീഷിൽ ഒരുപാട് റൂൾസ് ഉണ്ട്, ഗ്രാമർ റൂൾസ്. എല്ലാ ലാംഗ്വേജിലും റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ റൂൾസൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിച്ചെടുത്തില്ലെങ്കിൽ ഇംഗ്ലീഷിൽ നേരെ ചൊവ്വേ എഴുതാനും പറ്റത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. അപ്പം ആവശ്യമുള്ളവർ ആ ബുക്ക് വാങ്ങിക്കുക, വീഡിയോസ് വാങ്ങിക്കുക. അത് ഇപ്പം നാളെ തൊട്ട് ഫേസ്ബുക്കിൽ അതിന് ആഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ട, ഞാനിനി ഏത് കാലത്താണ് ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സന്തോഷം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് വേറെ അറിയാവുന്നവർക്ക് ബുക്ക് വാങ്ങിച്ച്
ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഈ ട്യൂട്ടോറിയൽസ് നടക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം, ദേ ഇങ്ങനെ ഒരു ബുക്കുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, 21 വീഡിയോ, 15 മണിക്കൂറിന് മുകളിലുള്ള വീഡിയോ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അടുത്ത് ഇരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം, അങ്ങനെയൊക്കെ കണ്ട് പഠിക്കുമ്പം നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇക്കാലത്ത് ഇനി വരുന്ന കാലത്തൊന്നും ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു വകയും നടക്കത്തില്ല. അപ്പം നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക്, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക്, ആർക്കെങ്കിലുമൊക്കെ വേണ്ടുന്നവർക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറയുക. ഓക്കെ, എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് ഇത്രയൊക്കെ ഞാൻ സമയം ചെലവിട്ട് വീഡിയോസ് എല്ലാം എടുത്ത് ചാനലൊക്കെ തുടങ്ങി അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മോർ സോ ലൈക്ക് എ സർവീസാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അതിനെന്ന് വിചാരിച്ച് എനിക്ക് പൈസ വാങ്ങിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനും വീഡിയോഗ്രാഫർക്കും അതിനും ഇതിനും ബാക്കി എല്ലാത്തിനും ചിലവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത്. ചുമ്മാ കൊടുക്കുന്ന അളവിന് അത്രയും പൈസയൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരുടെ അടുത്തും പറയുക, ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക, വാങ്ങിച്ച് എല്ലാവരും പ്രയോജനപ്പെടുക. ഓക്കെ, താങ്ക് യു.